ഓരോന്നും. ഇപ്പോൾ 24 അല്ലേ, 3 24. അപ്പോൾ അത് ഇങ്ങനെ ട്രിപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ആൾക്കാർ ആ ഇൻഫർമേഷൻ അങ്ങോട്ട് പോകണമല്ലോ. അപ്പോൾ അതങ്ങ് പോകുന്നതിന് വേണ്ടി ഇതിൻ്റെ ഈ പിരിഞ്ഞിതിങ്ങ് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അതിനിടയ്ക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയിട്ട് അവിടെ മൾട്ടിപ്ലിക്കേഷനൊക്കെ നടക്കാം. നടന്നിട്ട് പുതിയ സാധനങ്ങളൊക്കെ അതിന് ചുറ്റുമുണ്ടായി. അപ്പോൾ ഇപ്പോൾ കൂടുതൽ നെസസിറ്റി വന്നിരിക്കുക. ഇത് പിന്നെയും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ചാനൽസ് ഉണ്ടാകണം അവിടെ. അതുണ്ടാകുന്നതിന് വീണ്ടും അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ 72 അപ്പോഴത്തേക്കും ഓർഗാനിസം വളരാൻ തുടങ്ങി. യൂണിസെല്ലുലാർ സ്ഥലത്തുനിന്ന് മാറി അത് മൾട്ടി സെല്ലുലാർ ആയിക്കൊണ്ട് വരും. ചെറിയൊരു ബാൾ പോലെയൊക്കെ ആയി കാണുള്ളൂ ആ സമയത്ത്. ഈ പറഞ്ഞ പോലെ ഇത് ചാനൽസിനെ കുറിച്ച് പറയുന്ന ചാനൽ എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയുന്നിടത്ത് അപൂർവമായിട്ട് കാണുള്ളൂ. അപ്പോൾ 24 72 പിന്നെ അവരങ്ങ് ജനറലായിട്ട് പറയുക. ഈ 72 എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അവിടെ മില്യൺസ് ഓഫ് സെൽസ് ഇപ്പോൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് അത് ഫോം ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടി ഈ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അവിടെ ആക്ച്വലി ചാനൽസ് അല്ല, സെൽ ടു സെൽ ചില ഡയറക്ഷനിൽ കൊടുത്തുകൊണ്ടിരിക്കുക. ആ സെല്ലിൽ നിന്ന് അടുത്ത സെല്ല് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അവർ തമ്മിൽ ഇൻ്റർ കമ്മ്യൂണിക്കേഷനും ഈ മെയിൻ പാസേജും ഉണ്ട്. അങ്ങനെയാണ് ഇത് പോകുന്നത്. അങ്ങനെ ഈ 72 ആയിരിക്കുന്ന സാധനം ഓരോന്നും അങ്ങനെ ജനറലായിട്ട് പറഞ്ഞെങ്കിലില്ല, ആ സിസ്റ്റം ഇട്ടെന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ 72 ഓരോന്നും മില്യൺസായി പോയി, 1000 അങ്ങനെ 1000 ആയപ്പോഴത്തെ 72,000 ഓർഗാനിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന 77,000 ചാനൽസ് ഉണ്ടായി. അതുകൊണ്ടാണ് അവർ ഈ പഴയ ഇവരുടെ സിസ്റ്റത്തിൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ 72,000 ചാനൽസ് ഉള്ളത്, ബേസിക് ചാനൽസ്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വലിയ പണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഇതെല്ലാം നെയിം ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പറയുന്നത്. അങ്ങനെ ആണ് പഴയ സിസ്റ്റം ഉണ്ടായിരുന്നതെന്നും അത് ഒബ്സൊല്യൂട്ടായി പോയി. അത് പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാതെ എവിടെയോ ഏതോ ഏടുകളിലൊക്കെ ഉണ്ടതെന്ന് പോയെന്നാണ് പറയുന്നത്. അത് ചുമ്മാ പറയുന്നു. ഏതായിരുന്നാലും ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്റായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ചിദംബരം ക്ഷേത്രം. ഈ ഐഡിയ അതല്ല ആ ടെമ്പിളിനകത്ത് ഇത് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ ഇൻസ്ക്രൈബ് ചെയ്തെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതിനകത്ത് അതിൻ്റെ സാങ്ക്ടം സാങ്ക്ടോറുണ്ട്. ആ സാങ്ക്ടം സാങ്ക്ടോറത്തിൻ്റെ റൂഫിൽ 72,000 നീഡിൽസ് പിന്നെന്ന് വെച്ചാൽ ആണി, ആ ആണി വെച്ചിട്ടാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തത്. അതിനെ ഫിക്സ് ചെയ്തത് 72,000 ആണിയാണ്. ഈ ആണി ഈ നാടിയെ കാണിക്കുന്നു. അതിന് അവിടെ എവിഡൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞു, ഞാൻ പോയിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പോൾ അങ്ങനെ അവർ ഇതിൻ്റെ ഫോം പ്രിസർവ് ചെയ്തിട്ടുണ്ട് ഈ ടെമ്പിളിൽ. അതാണ് നമ്മളിപ്പം പഠിക്കുന്ന നാടി ഗ്രന്ഥങ്ങൾ ഏതെടുത്ത് നോക്കിയാൽ അതിനകത്ത് കാണാം. ബേസിക്കലി നാടി 72,000. അതിനകത്ത് കുറേ നാടുകളുടെ പേരുണ്ട്. ഇപ്പോൾ ലളിതാ സഹസ്രനാമം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പറയുന്നില്ലേ പേരുകളൊക്കെ, ദേവിയുടെ പേരുകൾ, ഇതെല്ലാം ഓരോ നാടിയാണ്. ആ പേരുകളില്ലേ, ആ പേരുകളെല്ലാം നാടിയെ കാണിച്ചിട്ട് പറയുന്ന പേരുകൾ കുറേ. അങ്ങനെ കുറേ പേരുകൾ അവിടെ ഇവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വെച്ചിട്ടുണ്ട്. അവിടെയാണ് പതഞ്ജലി മഹർഷി ജീവിച്ചത്, അവിടെയാണ് തിരുമൂലർ ജീവിച്ചിരുന്നത്. ആ ടെമ്പിളിനകത്ത് ആ പ്ലേസ് മാർക്ക് ചെയ്തിട്ട് അതൊരു ചെറിയ സ്മോൾ ടെമ്പിളാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മടിച്ചിട്ട് അങ്ങനെ ആയിരുന്നിരിക്കാം. പക്ഷേ അദ്ദേഹം സെറ്റിൽ ചെയ്തിരുന്നത് തമിഴ്നാട്ടിലാണ്. സമാധി രാമേശ്വരത്താണ്. രാമേശ്വരം ടെമ്പിളിലോട്ട് നമ്മൾ അകത്തോട്ട് കയറുമ്പം വലത്തോട്ട് തിരിയാണ്, ഇടത്തോട്ടല്ലേ ടെമ്പിളിൽ പോകുന്നത്. അകത്തോട്ട് കയറുമ്പോൾ കയറി ആ നടപ്പാതയിലോട്ട് വന്ന ഉടനെ വലത്തോട്ട് തിരിയുകയാണെങ്കിൽ അവിടെ ഒരു ടെമ്പിളുണ്ട്. അപ്പോൾ ആ ടെമ്പിൾ ചെറിയ ടെമ്പിളുകളുണ്ട്, സൈഡ് ടെമ്പിൾസ്, അതിനകത്ത് തന്നെ മെയിൻ റൂഫിൻ്റെ അടിയിൽ. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും അവിടെ ഇടതുവശത്തായിട്ട് ഒരു ടെമ്പിളുണ്ട്. അതാണ് പതഞ്ജലിക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടെമ്പിളിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പതഞ്ജലിയുടെ ഒരു പ്രതിഷ്ഠയും വിളക്കൊക്കെ എപ്പോഴും കത്തിച്ച് വെച്ചേക്കും. അപ്പോൾ യോഗത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അവരവിടെ പോയിട്ട് അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ്, ഒരു വാംത്ത് തോന്നിക്കുന്ന ഒരു സ്ഥലം. അവിടെ നിറച്ച് പാമ്പുകളെയൊക്കെ കൊത്തിയൊക്കെ പതഞ്ജലി എന്ന് വെച്ചാൽ പാമ്പാണെന്ന് പറയുന്നത്. എന്താണ് പതഞ്ജലി എന്ന് പറഞ്ഞാൽ അതിന് ഒരു കഥയാണ്. കഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ കുട്ടി വേണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്നു.